ഇനി പത്തനംതിട്ടയിൽ നിന്ന് നന്ദുഷയാണ് അടൂരിലെ രാഹുൽ മാങ്കൂട്ടത്തിലെ വീടിനടുത്ത് നിന്ന് ചേരുന്നത്. നന്ദുഷ, നേരത്തെ അതായത് മുൻപ് ഇതേ ആരോപണം വന്നപ്പോൾ കോൺഗ്രസ് ഇതുമായി ബന്ധപ്പെട്ട് നടപടിയെടുത്ത സമയത്ത് വീട്ടിൽ തന്നെയായിരുന്നു, അതായത് പത്തനംതിട്ടയിലെ രാഹുലിന്റെ വീട്ടിൽ തന്നെയായിരുന്നു രാഹുൽ കുറച്ച് ദിവസങ്ങളിൽ ഇരുന്നത്. അതിനുശേഷമാണ് പിന്നീട് പുറത്തേക്ക് ഇറങ്ങുകയും ഈ പറഞ്ഞ പോലെ സസ്പെൻഷനിലായ ആള് പരിപാടികളിലും മറ്റ് പ്രചാരണത്തിലും ഇലക്ഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലുമൊക്കെ പങ്കെടുക്കുന്നത്. അപ്പം വീട്ടിലായിരുന്നു അന്നുണ്ടായിരുന്നത്. പക്ഷേ ഈ സാഹചര്യത്തിൽ വീട്ടിൽ പോലും സേഫ് അല്ല, അല്ലെങ്കിൽ വീട്ടിലിരുന്നാൽ ശരിയാകില്ല എന്നൊരു തോന്നൽ, ഈ കേസ് അത്ര സ്ട്രോങ് ആണ് എന്ന് നേരത്തെ മനസ്സിലാക്കിയതുകൊണ്ടായിരിക്കാം ഇന്നലെ പാലക്കാട് നിന്ന് മുങ്ങിയ രാഹുൽ പത്തനംതിട്ടയിൽ പൊങ്ങിയിട്ടില്ല എന്ന് മനസ്സിലാക്കുന്നു. വീട്ടിൽ ആരെങ്കിലും ഉണ്ടോ? വീട്ടിലേക്ക് എത്താനുള്ള സാധ്യത എന്താണ് അടുത്തുകാർ പറയുന്നത്? തന്നെ കഴിഞ്ഞ ഓഗസ്റ്റ് മാസം 20-ാം തീയതിയാണ് രാഹുലിനെതിരെ ഇത്തരത്തിലൊരു വിവാദം പൊട്ടിപ്പുറപ്പെടുന്നത്. വിവിധ കോണുകളിൽ നിന്ന് ആരോപണങ്ങൾ വരുന്നു, ശബ്ദ സന്ദേശങ്ങൾ പുറത്തു വരുന്നു. ആ ഒരു ഘട്ടത്തിൽ വലിയ വാർത്തകളായെങ്കിൽ പോലും രാഹുൽ അതിനെ പ്രതിരോധിച്ചിരുന്നത് ആരും തനിക്കെതിരെ നിയമപരമായി പരാതി നൽകിയില്ലല്ലോ എന്ന ഒറ്റ വാചകത്തിലൂടെ തന്നെയായിരുന്നു. ആ ദിവസങ്ങളിലൊക്കെ തന്നെ രാഹുൽ ചിലവഴിച്ചത് രാഹുലിന്റെ ഈ അടൂരിലെ മുണ്ടപ്പള്ളിയിലുള്ള ഈ വീട്ടിലാണ്. ഈ വീടിന് മുന്നിലാണ് ഞാനിപ്പോൾ ഉള്ളത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ വലിയ പോലീസ് സന്നാഹമാണ് ഇവിടെ ഉള്ളത്. 20-ലധികം പോലീസ് ഉദ്യോഗസ്ഥർ ഇവിടെ എത്തി രാഹുലിന്റെ വീടിന് കാവലൊരുക്കിയിരിക്കുകയാണ്. 2 ലെയർ ബാരിക്കേഡ് ഉൾപ്പെടെ സജ്ജീകരിച്ചുകൊണ്ടാണ് ഇവിടെ രാഹുലിന്റെ വീടിൻ്റെക്കുള്ള വഴി അടച്ചുകൊണ്ട് ഒരു കാവലൊരുക്കിയിരിക്കുന്നത്. ഇവിടേക്ക് SFI പ്രവർത്തകർ 10 മണിയോടുകൂടി മാർച്ച് നടത്തുമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ പോലും തൽക്കാലം പ്രതിഷേധം വേണ്ട എന്നുള്ള നിലയിലേക്ക് SFI മാറിയിട്ടുണ്ട്. കാരണം SFIയുടെ ജില്ലാ ഭാരവാഹികളൊക്കെ തന്നെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സ്ഥാനാർത്ഥികൾക്ക് ഇത്തരത്തിലുള്ള പ്രതിഷേധം നടത്താനുള്ള പെരുമാറ്റച്ചട്ടം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുന്നതിനാണ് ഇത്തരത്തിൽ പ്രതിഷേധം താൽക്കാലികമായി ഒഴിവാക്കിയിരിക്കുന്നത്. എങ്കിലും അടൂർ നഗരം കേന്ദ്രീകരിച്ച്, അടൂർ ടൗൺ കേന്ദ്രീകരിച്ച് ഒരു പ്രതിഷേധം ഉണ്ടാകാനുള്ള സാധ്യതയാണ് നിലവിൽ ഉള്ളത്. ഏതായാലും വീടിന് സമീപത്തും ഏതെങ്കിലും സംഘടനകളുടെ പ്രതിഷേധങ്ങൾ ഉണ്ടായാൽ അതിനെയൊക്കെ നേരിടുക എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് പോലീസ് ഇവിടെ ഈ ബാരിക്കേഡുകൾ സജ്ജീകരിച്ച് കാവലൊരുക്കിയിരിക്കുന്നത്. നിലവിൽ ഈ വീട്ടിൽ രാഹുലില്ല, രാഹുലിൻ്റെ അമ്മയും സഹോദരിയും മാത്രമാണുള്ളത്. എന്നാൽ കഴിഞ്ഞ തവണ ഇത്തരത്തിൽ വിവാദങ്ങൾ വലിയ ചർച്ചയാവുകയും വലിയ വാർത്തയാവുകയും ചെയ്ത പശ്ചാത്തലത്തിൽ രാഹുലിൻ്റെ ഈ വീട്ടിലേക്ക് വലിയ പ്രതിഷേധമാണ് വന്നത്. SFIയുടെയും DYFIയുടെയും പ്രവർത്തകരും അതോടൊപ്പം CPMന്റെ പ്രവർത്തകരും BJPയുടെ യുവജന വിദ്യാർത്ഥി സംഘടനകളും ഒക്കെ തന്നെ രാഹുലിൻ്റെ വീട്ടിലേക്ക് വലിയ മാർച്ച് നടത്തി. അത് വലിയ പോലീസുമായി ഉന്തും തള്ളു പോലുള്ള വലിയ സംഘർഷങ്ങളിലേക്കൊക്കെ നയിച്ച ഒരു സ്ഥലം കൂടിയാണിത്. അതുകൊണ്ട് തന്നെയാണ് മുന്നനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ വലിയ രീതിയിലുള്ള മുന്നൊരുക്കങ്ങൾ പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഇവിടെ ഉണ്ടായിരിക്കുന്നത്. രാവിലെ മുതൽ തന്നെ ഇവിടെ ബാരിക്കേഡ് കെട്ടി പോലീസിൻ്റെ കാവൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടേക്ക് കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരെ വിന്യസിക്കാനുള്ള തീരുമാനമാണ് എത്തിയിട്ടുള്ളത്. എന്തായാലും പ്രതിഷേധം പത്തനംതിട്ടയിലെ അടൂരിലെ വീട്ടിൽ നിന്നാണ് നന്ദുഷ വിവരങ്ങൾ നൽകിയത്. അവിടെ രാഹുൽ എത്തിയിട്ടില്ല. കഴിഞ്ഞ തവണത്തെ ഇതുപോലെയല്ല, രാഹുൽ വീട്ടിലേക്ക് എത്തുന്നില്ലെന്നാണ് മനസ്സിലാക്കുന്നത്. പ്രതിഷേധം നടത്താനൊക്കെ SFI തയ്യാറെടുപ്പുകൾ നടത്തിയിരുന്നെങ്കിലും അതിൽ നിന്ന് പിൻവാങ്ങിയിരിക്കുകയാണെന്ന് മനസ്സിലാക്കുന്നു. സുരക്ഷ ഒരുക്കിയിട്ടുണ്ട് വീടിന് മുമ്പിൽ എന്നുള്ളതാണ്. ഇനി രാഹുലിന്റെ കേസുമായി ബന്ധപ്പെട്ട, അതായത് ചുമത്തിയിരിക്കുന്ന കുറ്റങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ചില വിശദാംശങ്ങളിലേക്ക് കടക്കുകയാണ്. ചുമത്തിയത് വളരെ ഗുരുതരമായിട്ടുള്ള കുറ്റങ്ങളാണ്. ഒന്ന്, വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നുള്ളതാണ് പ്രധാന കുറ്റമായി കാണുന്നത്. അതിലെ പ്രധാന വകുപ്പ് അതാണ്. മറ്റൊന്ന്, അശാസ്ത്രീയ ഗർഭചിത്രത്തിന് പ്രേരിപ്പിക്കലാണ്. അത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു ഡോക്ടറിന്റെ പോലും സഹായമില്ലാതെ, പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ ഒരു മെഡിസിൻ ഉപയോഗിച്ചുകൊണ്ട് അത് നടത്തിയെന്നുള്ളതാണ്. വഞ്ചനാ കുറ്റമുണ്ട്, ഭീഷണിപ്പെടുത്തലുണ്ട്, അസഭ്യം പറയലുണ്ട്, വീട്ടിൽ അതിക്രമിച്ചു കയറലുണ്ട്. അത്തരത്തിൽ വളരെ ഗുരുതരമായിട്ടുള്ള ഏതാണ്ട് 10 വർഷം മുതൽ ജീവപര്യന്തം വരെ കിട്ടാവുന്ന കുറ്റങ്ങളാണ് രാഹുലിനെതിരെ ചുമത്തിയിരിക്കുന്നത്. പോലീസ് രാഹുലിനായിട്ടുള്ള തെരച്ചിലാണ്. പാലക്കാടും പത്തനംതിട്ടയിലും തിരയുന്നുണ്ട്. സംസ്ഥാനം വിട്ടോ എന്നുള്ള സംശയവും പോലീസിനുണ്ട്. കാരണം ഇന്നലെ ഓഫായ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഫോൺ ഇതുവരെ ഓണായിട്ടില്ല. രാഹുലിനെ ബന്ധപ്പെടാൻ സാധിച്ചിട്ടില്ല. അതിനിടയിൽ കൂടി മുൻകൂർ ജാമ്യവുമായി ബന്ധപ്പെട്ട് മുൻകൂർ ജാമ്യത്തിനായുള്ള ശ്രമങ്ങളും രാഹുൽ നടത്തുന്നുണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും ഗുരുതരമായിട്ടുള്ള ഈ കുറ്റകൃത്യങ്ങൾ അതിൽ നിന്ന് എങ്ങനെ രാഹുൽ ഊരാനാണ് എന്നുള്ളതാണ്. അതിനപ്പുറത്തേക്ക് കേസുമായി ബന്ധപ്പെട്ട് എങ്ങനെയായിരിക്കും കോൺഗ്രസ് മുന്നോട്ട് പോവുക എന്നതുണ്ട്. അന്വേഷണ സംഘം ഏത് തരത്തിലൊക്കെയുള്ള മൂവാണ് എടുക്കുന്നത് എന്നതും അറിയേണ്ടതുണ്ട്. കോൺഗ്രസ് നേതാക്കൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണങ്ങൾ നടത്തിയിരുന്നു. പ്രതികരണങ്ങൾ കാണാം. അപ്പൊ ഇത് തെരഞ്ഞെടുപ്പിൽ ലാളിത്യമാക്കണം എന്നുള്ള പ്ലാനോടുകൂടി അവരിങ്ങനെ കാത്തിരുന്ന് തെരഞ്ഞെടുപ്പിന്റെ പോളിംഗിന്റെ തൊട്ട് അടുത്ത തലയാഴ്ചയിൽ അവർ ഈ കേസിന് ടെസ്റ്റ് ചെയ്യണം. അല്ല, കേസ് പെട്ടെന്ന് ഒരു കേസുമായിട്ട് വന്നത് രാഷ്ട്രീയ ലക്ഷ്യം തന്നെയാണ് എന്ന് വിചാരിച്ച്
ആര് കുറ്റം ചെയ്തെന്നോ ഇല്ല എന്നോ പറയാൻ കഴിയില്ല. കുറ്റാരോപിതർ തന്നെ അവരുടെ സംരക്ഷണ വലയം ഒരുക്കണം. അതിന് പാർട്ടി അതൊന്നും ഒരുക്കി കൊടുക്കാൻ കഴിയില്ല. അത് അദ്ദേഹം തീരുമാനിക്കണം. വടി കൊടുത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ അടി വാങ്ങിക്കുകയായിരുന്നു. അദ്ദേഹത്തിനെതിരെ ആരോപണം ഉന്നയിച്ച ഇരയെ ആക്രമിച്ച് ചോദ്യം ചോദിക്കുന്ന മാധ്യമ പ്രവർത്തകരെ പ്രകോപിപ്പിച്ച് ആ ഇരയെ മുഖ്യമന്ത്രിയുടെ മുമ്പിൽ എത്തിച്ചതിന്റെ ഉത്തരവാദിത്വം രാഹുലിനല്ലാതെ മറ്റാർക്കുമില്ല. ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായെങ്കിൽ ഒളിച്ചു വെക്കേണ്ട കാര്യം ഇപ്പോൾ മാത്രം മറന്നേക്ക് പുറത്ത് വരേണ്ട കാര്യം നേരത്തെ വരാമല്ലോ. എന്നിട്ട് ഞാൻ ചോട്ടെ ഇപ്പോഴും പറഞ്ഞു ആ പരാതി അന്വേഷിക്കട്ടെ, കുറ്റം ചെയ്തതിന് ശിക്ഷിക്കപ്പെടുന്നത്. നിയമം അദ്ദേഹം ശിക്ഷിക്കപ്പെടുമ്പോഴല്ലേ ചെയ്യേണ്ടുള്ളൂ. ഒരു പരാതിന്റെ പേരിൽ അങ്ങനെ എത്ര ആളുകൾ പോണ്ട വരും? വാസവനെയും അടിയന്തരമായി ചോദ്യം ചെയ്യണം. കാരണം അവരുടെ പിൻബലത്തോടു കൂടിയാണ് ഈ സ്വർണ്ണക്കൊള്ള അവിടെ നടന്നത്. മന്ത്രിമാരുടെ അനുവാദമില്ലാതെ, രാഷ്ട്രീയ സംരക്ഷണമില്ലാതെ